السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. മശറവൻ സഭയിലെ വലത് കൈയിൽ കിതാബ് കിട്ടിയാൽ വലിയ പ്രതീക്ഷയാണ്, സന്തോഷമാണ്, മുഖം പ്രസന്നമാകുന്ന അവസ്ഥയാണ്. ഒരു വിഭാഗത്തിന്റെ വലത് കൈയിലും മറുവിഭാഗത്തിന്റെ ഇടത് കൈയിലുമാണ് കിതാബ് കിട്ടുക എന്ന് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ നമുക്ക് വളരെ കൃത്യമായി കാണാവുന്നതാണ്. ഏത് കയ്യിലാണ് കിട്ടുക എന്ന ആശങ്കയിലാണ് വിശ്വാസികളൊക്കെ. അതുകൊണ്ടാണ് വലത്തെ കയ്യിൽ കിതാബ് വരണേ എന്ന് എപ്പോഴും തൊണ്ടയിടറി തഖ്വയുള്ള ആളുകൾ ദുആ ചെയ്യുന്നത്. ആ വലത് കയ്യിൽ കിതാബ് കിട്ടാൻ ഒരുപാട് നന്മകളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു സുന്നത്താണ് കഴിക്കലും കുടുക്കലും ഒക്കെ വലത് കൈ കൊണ്ടാക്കുക എന്നത്. നോമ്പറക്കുന്ന സമയത്ത് വരെ ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ടാണെങ്കിലും വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സ് എടുക്കുന്നതൊക്കെ ഇടത്തെ കൈ കൊണ്ടാകുന്നത് കാണുന്നുണ്ട്. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൽ പതിവാക്കിയ ആളുകൾ തന്നെ വെള്ളം കുടിക്കൽ മിക്കവാറും ഇടത് കൈ കൊണ്ടാണ്. ഇത് പിശാചിനെ വളരെ സന്തോഷിപ്പിക്കുന്നതും അള്ളാഹുവിനെ വെറുപ്പിക്കുന്നതുമാണ്. കാരണം സ്വഹിയായ ഹദീസിലുള്ള പിശാച് കഴിക്കുന്നതും കുടിക്കുന്നതും ഇടത്തെ കൈ കൊണ്ടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഇത് പൊക്കിയാൽ ശൈത്താൻ ഇഷ്ടമാണ്. ഇനി ഏതാണ് പൊക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് ചില ആളുകൾ പറയും, നമ്മള് ഗ്ലാസ് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോ വലത്തെ കൈ കൊണ്ടാവുമ്പോ തിന്നൊക്കെ ഗ്ലാസ് മാവൂലേ എന്ന് പറയും. അത് തന്നെയല്ലോ പ്ലേറ്റിലാണ്, അതിനെല്ലാം പ്ലേറ്റിലാണ്. നമ്മൾ കഴുകല്ല പോലെ ഗ്ലാസ്സാണ് കഴിക്കാൻ പറയുന്നതിന് കുഴപ്പമില്ല. നമ്മൾ പ്ലേറ്റിൽ വെച്ച് തിന്നുമ്പോ ആ പ്ലേറ്റ് കൊണ്ട് പിന്നെ വേറെ ആൾക്കാർ കഴിക്കുന്നുണ്ട്, നമ്മൾ തന്നെ മറ്റു സമയത്ത് പ്ലേറ്റിൽ കഴിക്കുന്നുണ്ട്. ആ പ്ലേറ്റിനല്ല ഇപ്പൊ ഇതൊക്കെ കുഴച്ച് കിടന്നത്, അതിന്റെ ഒരു ചെറിയ അംശമല്ല ആവുകയാണെങ്കിൽ ആവുള്ളൂ. ഈ പ്ലേറ്റ് കഴുകുന്ന നമുക്ക് എന്തുകൊണ്ട് പിന്നീട് രണ്ടാമത് കുടിക്കാൻ വേണ്ടി ഗ്ലാസ് ആയിക്കൂടാ? അപ്പൊ അതൊരു നിർന്യായാണ്. അതൊക്കെ ഇങ്ങനെ എന്തോ ഒരു ചീഞ്ഞ പതിവുകൾ നടപ്പിലാക്കാനും നിലനിർത്താനുള്ള പൈശാചിക ദുർന്യായം എന്നല്ലാതെ അതൊന്നൊരു നിലവാരമുള്ള ന്യായങ്ങളല്ല. ഒറ്റടിക്ക് ആ ന്യായങ്ങളൊക്കെ പൊളിക്കേണ്ടതാണ്. വലത്തെ കൈയാണ് പൊക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഇടത്തെ കൈയാണ് പൊക്കുന്നതെങ്കിൽ ശൈത്താൻ ഇഷ്ടമാണ്. അതിനു മുമ്പിൽ ഞാൻ എന്ത് ന്യായം പറയാനുള്ളത്? അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ആ സ്വഭാവക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ വലത്തെ കൈ ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണ് പതിവാക്കിയാൽ മതി. എന്താണെങ്കിലും വലത്തെ കൈ ഉണ്ട്. നല്ല ഏത് കാര്യം വലത്തെ കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, അല്ലയിന് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അത്തിപരിസ്ഥാന്റെ അടുത്താണ്. അപ്പൊ ഈ ഫാൻ ഇടാൻ വേണ്ടി ആരോടോ പറഞ്ഞു. അപ്പൊ അയാള് പോയിട്ട് ഇടത്തെ കൈ കൊണ്ട് ഫാൻ ഇട്ട പുസ്തകം മുഖാണ്ട് ചുവന്നിട്ട് ചൂടായി. വലത്തെ കൈയില്ല എനിക്ക് പുസ്തകം ചൂടാവില്ല എന്നൊക്കെ പറഞ്ഞ വെറുതെ പറയണം, എല്ലാം ചൂടാലുണ്ട്. എനിക്ക് വലത്തെ കൈയില്ലെന്ന് മുഖമൊക്കെ കൊണ്ട് ചോദിച്ചു. അപ്പൊ എന്തിനാ വെച്ചാൽ അയാൾ ആ വിഷയത്തെ ഒരിയപ്പെടുത്തുകയാണ് കുറച്ച് ഗൗരവത്തിൽ. അതിന് മുഖഭാവം ചിലപ്പം കട്ടി കൂട്ടേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഈ സ്വിച്ച് ഓണാക്കണ വരെ ഇടത്തെ കൈ കൊണ്ടാണ് ഇപ്പൊ ദേഷ്യം പിടിച്ചു. നല്ല ഏത് കാര്യങ്ങളും വലത്തെ കൈ ഉണ്ടാവുക എന്നുള്ളത് അത് പതിവാക്കിയ ആളുകൾക്ക് വലത്തെ കൈയിൽ കിതാബ് കിട്ടും. അതുകൊണ്ട് അള്ളാഹു തആല വലത് കൈയിൽ നാളെ ഏട് വാങ്ങുന്ന ഫയല് വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതിനെ വലത്തെ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആദ്യത്തെ അത്ര ആമീനെ കാണാൻ രണ്ടാമത്തെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലൊന്ന് ആമീൻ പറഞ്ഞുകൊണ്ട് ആ ശീലം മാറ്റിക്കാളി നല്ലതാണ്. തിന്നലും കുടിക്കുക അതെന്തൊക്കെ പ്രശ്നമുള്ളത്? നമ്മളെ വീട്ട്, നമ്മളെ ക്ലാസ്, നമ്മള് കുടിച്ചത് നമ്മളെ കയ്യിൽ നിന്ന് ആയതല്ലേ? ക്ലാസ് എന്നല്ല അബൂജാഹിൽ അയ്മന്ന് ആയതല്ലല്ലോ. പക്ഷെ ഇടത്തെ കൈ ഉണ്ടാവുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇടത്തെ കൈ കൊണ്ട് തിന്നും കുടിക്കും ചെയ്യുമ്പോൾ നമ്മളെ കൂടെ തീറ്റയിൽ പാർട്ണറാവും ഇബ്ലീസ്. നമ്മൾ സാധാരണ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഷ്ഠരോഗി വന്നിട്ട് നമ്മൾ എടുത്തിരിക്കണേ നമ്മൾ കൂടെ കഴിക്കാതെ നീച്ചോവൂലേ? നീച്ചോവും. അതിനേക്കാളും വലിയ കഷ്ടപ്പെട്ട കുഷ്ഠരോഗിയല്ലേ ഇവന്റെ കുഷ്ഠം നേരെ ആത്മാവിനാണ് പകരുന്നതെന്ന് മാത്രം. ഒരാള് ഇടത്തെ കൈ കൊണ്ടാണ് തിന്നണ കുടിക്കണമെങ്കിൽ അവന്റെ കൂടെ ഇബ്ലീസും ഉണ്ടാവും. അപ്പൊ അതാരും മറക്കരുത്. ഏത് കൈ കൊണ്ടായിരിക്കണം തിന്നലും കുടിക്കലും?
വലത്തെ കൈ കൊണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 2-3 സുന്നത്ത് എന്ന് പറഞ്ഞുതരാം. പിന്നെ തിന്നും കുടിക്കും ചെയ്യുമ്പോ ബിസ്മി എങ്ങനെയാലും ചൊല്ലണം. നമ്മൾ ഈ നോമ്പർക്കായിരിക്കണ സമയത്ത് സമൂസയെ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബിസ്മി ഓർമ്മ ഉണ്ടാവില്ല. കാരണം വിശപ്പ് കൂടിയാല് സുന്നത്തുകൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മറന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാതെ ഒന്നും തിന്നും കുടിക്കും ചെയ്യരുത്. അത് വലിയൊരു ബർക്കത്താണ്. മാത്രമല്ല ഇന്നത്തെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗത്തിലും വിഷം ഉണ്ടാവും. ഒറിജിനൽ ഓയിൽ, ഒറിജിനൽ വെളിച്ചെണ്ണയെങ്കിൽ തന്നെ ചൂടാക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ആവുമ്പോൾ ഇന്നത്തെ എണ്ണയും വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി എന്തായിരിക്കും ഉണ്ടാകുക എല്ലാവർക്കും അറിയണല്ലോ. ഇപ്പൊ ഫ്രഷ് സാധനങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടും. അതിപ്പോ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ഇറങ്ങണുള്ളൂ എന്ന്. ഞാൻ നാളെ എവിടെ പറഞ്ഞു, മായില്ലാത്തൊരു സാധനം ദുന്യാവിൽ നിന്ന് മായ ഉള്ളൂ, അല്ലാത്തതിലൊക്കെ മായുണ്ട്. മായില്ലാത്ത ഒറ്റ സാധനം ദുന്യാവിലുള്ള എന്ത് മാത്രം മായാണ്. മായത്തിൽ മായ ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിലായി, അതിലൊട്ട് മായ ഇല്ലേനു. ബാക്കി എല്ലാ സാധനത്തിലും മായുണ്ട്. ആ സമയത്ത് നമ്മള് ഒന്നായിട്ട് വെട്ടി മിണുങ്ങി വാരി മിണുങ്ങി കുമ്പ ഉറപ്പിച്ചാൽ ക്യാൻസർ ഒന്നായിട്ട് എന്തൊക്കെ വരിക എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ആദ്യ ഭക്ഷണങ്ങൾ കിട്ടുന്ന കാലത്ത് ഇന്ന് നമ്മൾ ആ ബിസ്മി അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ബർക്കത്തോണ്ട് പായസമൊക്കെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ജാബിറുല്ലാനു ബിസ്മിലിറ്റ് വിഷം കുടിച്ചൊത്തു ശത്രുക്കളുടെ ഇടയിൽ ഒന്നും ഉണ്ടായില്ല, ഒന്ന് വേർത്താണ്ട് പോയി. അത്ര കടുപ്പാണ് ദിക്റിന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ തന്നെ 19 അക്ഷരങ്ങളാണ്. എന്താ 19ന്റെ രഹസ്യം? മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നരകത്തിനെ കാക്കണ മലക്കുകളുടെ എണ്ണം 19 അലൈഹാ തിസ്അത അശ്റ എന്ന് ഖുർആൻ പറഞ്ഞാണ്. അപ്പൊ ഈ 19 അക്ഷരമുള്ള ബിസ്മി ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയാൽ, ശീലമായി മാറിയാൽ, മന്ത്രമായി മാറിയാൽ അവൻ നരകത്തിന്റെ 19 കാഠിന്യമുള്ള മലക്കുകളുടെ കരാളങ്ങളിൽ നിന്ന്, അവരുടെ ഇടപെടലുകളിൽ നിന്ന്, അവർ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് ഇവൻ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ബിസ്മിയിലെ അക്ഷരങ്ങളുടെ 19ന്റെ രഹസ്യം എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബിസ്മി നമുക്കൊരു മുഖമുദ്രയായിരിക്കണം, പ്രത്യേകിച്ച് തിന്നുന്ന സമയത്ത്, കുടിക്കുന്ന സമയത്ത്. നാളെ മുതൽ ഇപ്പൊ ഇന്നിപ്പോ ഒറ്റ തിന്നുമല്ലോ, അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിന്നുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ ഒരുവിധം വിശക്കാണ്ട് പോയി കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1-2 സുന്നത്തും കൂടി പറയട്ടെ. വെള്ളം കുടിക്കുമ്പോ 3 മുറുക്കായിട്ട് കുടിക്കുക. അങ്ങനെ ആയിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ഒറ്റടിക്കൊന്നായിട്ട് വലിച്ചു കുടിച്ചാൽ കുടലിന് വരെ സോക്കടാണ്. ഇന്ന് ഒരുപാട് കുടലസുഖം ഉണ്ടല്ലോ, ആ ഭൂരിഭാഗം ഒറ്റ വലിയിൽ കുടിക്കണോണ്ട് വരുന്നതാണ്. നിന്ന് കുടിക്കുക, ഒറ്റ വലിയിൽ കുടിക്കുക, മാരക രോഗങ്ങളുണ്ട്. അതുകൊണ്ടല്ലോ ഈ ബോട്ടിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം അറ്റാക്കും ക്യാൻസറൊക്കെ കൂടിയത്. ഇത് ചില ആൾക്കാരാണ് മങ്കൂജിക്ക് വെള്ളം ഒഴിക്കണമാര് നിൽക്കും ചെയ്യും, ഇടത്തെ കയ്യും, എന്നിട്ട് ഒറ്റ വലി. എന്തുണ്ട് ഇപ്പോ ഒക്കെ പൊളിഞ്ഞില്ലേ? നിന്ന് കുടിക്കുക, ഇടത്തെ കൈ, ഒറ്റ കുടുക്കിക്ക് വെള്ളം ഒഴിക്കണമാര് കൊടല് പോവും. ഡോക്ടർമാരും പറയണം. ഇവിടെ വലിയ ഡോക്ടർ ഞാനും നിങ്ങളും തന്നെയല്ലേ? വലിച്ചെടുക്ക. എനിക്ക് സപ്പോർട്ട് നൽകണം. ഡോക്ടർമാരും പറഞ്ഞിരിക്കണം. ഇവിടെ മുഹമ്മദ് നബി പറഞ്ഞതിന് മേലെ ഏത് ഡോക്ടറാണല്ലേ? നിങ്ങളിതല്ല എല്ലാരെ കാര്യം മമ്മൂട്ടിയൊക്കെ അങ്ങനെ തന്നെയാണെന്ന്. ഇത് വലിയ ഡോക്ടർ പറഞ്ഞല്ലേ, നോട്ട് ദ ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ ബട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മുഹമ്മദ് മുസ്തഫ എന്നല്ലേ. ഇതൊരു ഡോക്ടർ ഒന്നല്ലല്ലോ, ലോകം മുഴുവനും ഭരിച്ച ഡോക്ടറല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ മേലെ വേറെ ഏതാ ഡോക്ടറല്ലേ? അപ്പൊ ഇത് ഹബീബാ നബിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും ഡോക്ടർമാരൊക്കെ ഉണ്ടാവുക. അതിന്റെ അപ്പുറത്തൊക്കെ ഒരാളും പറയില്ല, ശരിക്ക് ഹക്ക് പറയുന്ന ആളുകളാണെങ്കിൽ. അപ്പൊ അത് ഒറ്റ വലിക്ക കുടിക്കരുത്, 3 മുറുക്കായിട്ട് കുടിക്കുക, നിന്ന് കുടിക്കരുത്, ഇടത്തെ കൈ ഉപയോഗിക്കരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞ് ഒരു സുന്നത്തും കൂടി, റമളാൻ സ്പെഷ്യൽ സുന്നത്ത് ഒന്നും കൂടി പറഞ്ഞുതരാം. ആ ഈത്തപ്പഴം കൊണ്ട് നോമ്പറക്കണം കേട്ടോ. നമ്മളിത് നോമ്പറക്കണതിന്റെ ഒരു 25 മിനിറ്റ് മുമ്പ് ഭക്ഷണത്തിന് മണുത്തങ്ങാണ്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ടുണ്ട് സമൂസമൊക്കെ തുറച്ചൊരു നോട്ടം, ഇതൊക്കെ ഒഴിവാക്കണം. ആ ഇരുത്തം കണ്ട ഞങ്ങള് പൂച്ച കിളിനെ പിടിക്കാതിരിക്കുന്ന മിഞ്ഞാന്നുണ്ട് 2-3 ആൾക്കാരെ വിളിക്കണത്. വാങ്ക് മയക്കം മൂട്ടിയപ്പോ ഒന്നായിട്ട് കാരൊക്കെ മുണിങ്ങിക്കണ എത്താ മസാലാന്ന് വെച്ചു. മുക്കറി ചിലപ്പോൾ മൈക്ക ശരിയാന്ന് നോക്കാൻ മുട്ടിയിട്ടുണ്ടാവുക നേരത്തെ. ഇറ്റിങ്ങളിത് ഇങ്ങനെ പൊടിച്ച് കാണുന്ന തുറച്ചു നിൽക്കല്ലേ. ഇങ്ങനെ ഒന്നാവരുത് നമ്മള്. എന്താണെങ്കിലും ഈത്തപ്പഴം കൊണ്ട് നോമ്പറക്കണം. ആ സെമ്മൂസൊക്കെ ആദ്യം ചെന്നാണ്ടല്ലോ
സമൂസന്റെ കിടപ്പന്നെ ഉണ്ടെങ്കിൽ ഓലപ്പടക്കം മാതിരിയാണ് സാധനം. ചിലതിന് തിരിയുണ്ടായിരുന്നു താല്പര്യം തന്നെ. നിങ്ങൾ കണ്ടിക്കണേ, ഞാൻ ഇപ്പൊ ഇന്നലെ ഇങ്ങനെ സമൂസ അടിച്ചപ്പോ ക്ലാസ് ഓലപ്പടക്കം തിമ്മക്ക് ഇങ്ങനെ ഒരു തിരിയും വന്നിട്ടുണ്ട്. എങ്ങനെ സിസർ കൊടുത്ത് ഇങ്ങനെ ഒന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. സത്യത്തില് നല്ല ഓലപ്പടക്കം മാറ്റിയ സാധനങ്ങളാണ് അത്. ശരിക്ക് പൊട്ടു ഉള്ളിൽ പോയിട്ട് കുടലിന്റെ ഉള്ളിലാ പൊട്ടലെന്ന് മാത്രമേ. ഇതൊക്കെ നമ്മൾ ആ കാലി വാറ്റിക്ക് ഒന്നായിട്ടാണ് ചാമ്പ്യൽ. അതിലൊന്നായിട്ട് എണ്ണ ഊറി നിൽക്കുന്നുണ്ടാവും. എണ്ണ, മൈദ, കാലിക്കൊടല്, ക്യാൻസറിന് വേറെ ഒരിക്കലും പോകണം. എന്നാ പിന്നെ ടേസ്റ്റ് വെക്കാനും കൊടുന്നല്ലേ ഒന്നൊക്കെ തിന്നോളി, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഈത്തപ്പഴത്തിന്റെ മേലെ വരാൻ പാടുള്ളൂ. അടിക്ക് നേരെ അടിക്ക് സമൂസ പോരുത്. ഇതിങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. നാള് പറഞ്ഞാൽ മഗ്‌രിബ് കണ്ട അവിടുത്തെ അള്ളഹാനോട് പക കൂട്ടണമായിരുന്നു. അങ്ങനെ ഒരു ഏർപ്പാട് നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മഗ്‌രിബ് നമുക്ക് വേറൊരു പണിയുണ്ട്, കണ്ടോണ്ട് എന്നിട്ട് അങ്ങോട്ട് തിന്നാനായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നും ആവരുത്. അതിനൊക്കെ ഒരു മിതത്വം പാലിക്കണം. ഇപ്പൊ എത്ര സുന്നത്തായി? എത്ര സുന്നത്തായി ഇപ്പോ? 4. ഒന്നും കൂടി ഞാൻ പറയാം. അത് ഭൂരിഭാഗം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കുന്ന പരിപാടിയാണ്. 4. നമ്മൾ നോമ്പ് ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിലും ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോ കുറച്ചും കൂടി വിശപ്പ് പള്ളിയിൽ വെക്കണം. ഞാൻ ഒന്നും നിലക്കാൻ തന്നെ എണീച്ചത്. ഞാൻ അങ്ങനെ നോക്കും, ഇനി പോവോ? ഒരു 3-4 ദോശയൊക്കെ പോവും. അപ്പൊ നിർത്തും ഞാൻ. തിന്ന് നമ്മളെന്താ പരിപാടി? പിന്നെ പിടിച്ചു നോക്കും, ഇനി പോവാ. അതെ, ഇങ്ങനെ തിന്നരുത്. ഞമ്മക്കന്നെ പോവില്ലെന്ന് ഇഷ്കാല് എന്നിട്ട് വെച്ചാണ്ട് ചാമ്പ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നായിട്ട് പായസം, എന്നിട്ട് തറാവിക്കാണെന്ന് അല്ലാഹു അക്ബർ തേട്ട് തന്നെ തേട്ട്. 20 റക്അത്ത് 40 തേട്ടലും. പല ആൾക്കാരെ തേട്ടലും മോഡല് വ്യത്യാസം ഉണ്ടാകും. എല്ലാരും ഏകദേശം തേട്ടുണ്ട്. ചിലര് എന്ത് രസമാണ് സുജൂദിനൊക്കെ ഉണ്ടാകുക. നാളെ പറഞ്ഞിട്ട് സുജൂദ് പോയിട്ട് തേട്ടി പോരാ, ഹംക്കിന്റെ മൂക്കിന്ന് 2 അണ്ടിപ്പരിപ്പ് പോകണം. അണ്ടിപ്പരിപ്പ് ഇറങ്ങണ ഞാൻ മേലെ പൊന്തി കിടക്കണം അല്ല. അപ്പൊ ഇയാതി തീറ്റ തിന്നരുത് നമ്മൾ. ഇത് ഞാൻ തമാശക്ക് പറയില്ല, നിങ്ങളൊന്നും ഒപ്പം വരാൻ വേണ്ടി തമാശ ആക്കിയെന്ന് മാത്രം. അറ്റാക്ക്, ക്യാൻസർ, ഇബാദത്തിന് യാതൊരു രസവും കിട്ടില്ല. അവൻ പറഞ്ഞാ ഇപ്പൊ ഞാനൊക്കെ നിങ്ങളുടെ ഇടയിൽ ഇമാമത്ത് നിന്നിട്ട് ഇത്രയും സമയം ആവേശത്തോടെ തളരാതെ നിൽക്കണേ, എനിക്ക് തീറ്റ കുറച്ചുകൊണ്ടും കൂടി. ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാരും അല്ല, നാളെ ഒരാളിനോട് വലിയ അഭിമാനിച്ച് പറയാണ് 13 പൊറാട്ട എന്നാണ്. മുത്തല്ലിമ് ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല, ഇവിടുത്തെ കുട്ടിയല്ല കേട്ടോ. ഞാൻ പുറത്തൊരു കുട്ടിനോട്, അപ്പോ ഓനെ കുറിച്ച് ഓന്റെ ഉസ്താദ് എന്നോട് പറയുന്നു, ഓൻ എല്ലാത്തിലും ഉഷാറാണ്, തീറ്റയിലും ഉഷാറാണ്, കിതാബിലും ഉഷാറാണ്, തീറ്റയിലും ഉഷാറാണ്. അപ്പൊ ഞാൻ വെച്ചു മോനെ എത്ര എന്ന് വെച്ചു. 13 13 പൊറാട്ട. യാ അല്ലാഹ്, ഭാവിയിൽ ആ കുട്ടിന്റെ കുംഭം മുമ്പക്ക് പോകാൻ ബാക്ക് കോണിക്കാർ പോക്കുപോയല്ലേ. അതിന് പല സോക്കളും വരുന്നേ. ഇപ്പൊ ഞാൻ തീറ്റ കുറച്ചുകൊണ്ടാണ് എനിക്ക് വലിയ തളർച്ചയില്ലാത്തത്. ഞാൻ ഇപ്പൊ 3ാമത്തെ പ്രസംഗത്തിനുള്ള ഇരുത്തല്ലെന്ന് നിങ്ങളടിയില് രാവിലെ ഒന്നിരുന്നു, ഉച്ചക്ക് ഒന്നിരുന്നു, ഇപ്പൊ ഒന്നിരുന്നു. എന്താ എനിക്ക് തളർച്ചയില്ലാത്തത്? തീറ്റ കുറച്ചിട്ടാണ്. അല്ല, ഇത് കറാമത്തൊന്നല്ലത്, തീറ്റ കുറച്ചിട്ടാണ്. ഒന്നായിട്ട് തിന്ന അങ്ങനെ ഇമാമത്തിക്കാനും കഴിയൂല. ഞങ്ങൾ ഇമാമത്തിക്കണിച്ചല്ലോ, എല്ലാവർക്കും വേണ്ടി ഞങ്ങളാന്നോളാം, നിങ്ങൾ ഇന്നോളിന്നറിയരുത്. ഇമാമത്തിന്റെ വിഷയം മാത്രമല്ല, പലവിധ കാലി വയറ് നിറച്ചാൽ പിന്നെ ഈ കാലിയാക്കിയതിനൊക്കെ ബാത്തിലാവും. നമ്മൾ ഇതുവരെ പിടിച്ചിട്ടാണ് ബാത്തിലാവും. മിതമായി തിന്ന. ഞാൻ ദ്വാരം നോക്കാം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മര്യാദക്ക് പോരാട്ടം എണ്ണം കുറച്ചുകൊണ്ട്, കാരണം ദമ്മിൽ ആമീൻ കെടുത്തിക്കണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തീറ്റ നാളെ കുറക്കേ ഇനി മാർഗമുള്ളൂ. ഒന്നും കണ്ട് ചുരുക്കി പിടിച്ചാൽ മതി. ഒന്നാറ്റ് നിറഞ്ഞുകൊണ്ടുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഈ പെരുമ്പാമ്പ് വരെ ഇങ്ങനെ അങ്ങനെ ആവാൻ മതി. പാകത്തിന് തിന്ന. മറ്റേ ദേഷ്യം കൂടും, ഹൃദയത്തിന്റെ കാഠിന്യം കൂടും, പിന്നെ ഇബാദത്തിന് ടേസ്റ്റ് കുറയും, എന്തൊക്കെയോ ഒരു മാതിരിയായിരിക്കും. അതിന്ന് ഒഴിവാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ സംഗതി പ്രധാനപ്പെട്ട 5 സുന്നത്താണ് പറഞ്ഞത്. ഇടയിൽ കുറച്ച് തമാശ കയറ്റിയെന്ന് മാത്രം. തമാശകളൊന്നും പൊള്ളുമല്ല, ഒക്കെ യാഥാർത്ഥ്യമില്ല ഞാൻ പറഞ്ഞ് അല്ലേ. എന്തെങ്കിലൊന്നും കളവുണ്ടോ? ഇല്ല. അപ്പൊ അത് തമാശയെ പോഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെന്ന് മാത്രം. ഈ 5 സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ് اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമീനായ അല്ലാഹുവേ, ഇരുന്നത്, പറഞ്ഞത്, കേട്ടത്, വന്നത്, നിസ്കരിച്ചത്, ദ്വാരുന്നത് ഒക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹൃദയത്തിന് വെളിച്ചം നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സയ്യാത്ത് ഹസനാത്താക്കി തരണേ അല്ലാഹ്, രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്, പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാൻ അനുകൂലമാകുന്നവരിൽ പെടുത്തണേ അല്ലാഹ്, പ്രതികൂല പട്ടികയിൽ നിന്ന് കാക്കണേ അല്ലാഹ്, റഹ്മത്തിന്റെ പേമാരിയിൽ വളർത്തണേ അല്ലാഹ്, നിന്റെ കാരുണ്യത്തിന് നോട്ടം നൽകണേ അല്ലാഹ്, നീ നൽകിയതിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ തടഞ്ഞു വെച്ച ഖൈറുകളൊക്കെ ഔദാര്യമായി തുറന്നു തരണേ അല്ലാഹ്, ശർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്, കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്, ഒരുക്കമില്ലാത്ത മരണത്തിലാക്കല്ല അല്ലാഹ്, മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാഹ്, ഹജ്ജുംറകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, മർളിയായ സിയാറത്തിന് ഒരുപാട് തവണ ഭാഗ്യം താ തമ്പുരാനെ. ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കത്തിയാളുന്ന ഭീകരമായ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, സ്വർഗത്തിൽ ഹബീബിന്റെ ജിവാറിൽ കുടുംബസമേതം ചേർക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറുകളിൽ കിടക്കുന്ന മാതാപിതാക്കൾ അടങ്ങിയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. السلام عليكم.